സുഹൃത്ത് സാറാണ്. നമ്മളങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എൻട്രൻസ് ക്ലാസ് ആണ്. ഇന്നത്തെ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ക്വസ്റ്റൻ ആണെന്നാണ് എൻ്റെ തോന്നൽ. നിങ്ങളും ക്വസ്റ്റൻ വായിച്ച് കഴിയുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ ഏതോ ഒരു പരിചയം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് എഫ് ഫ്രം എ ടു ബി, ഫംഗ്ഷൻ എയിൽ നിന്നും ബിയിലോട്ടാണ്. n of a equal to n of b equal to 3. Number of elements in a and b 2 and 3. Then number of relations from a to b. അത് കേട്ടിട്ടുണ്ട് അല്ലേ? Number of relations from a to b. ബാക്കിയും കൂടെ ഒന്ന് വായിച്ചേര്. Which is not a function. അതാണ് അവിടെയാണ് ചെറിയൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എയിൽ നിന്നും ബിയിലോട്ടുള്ള എത്ര റിലേഷൻസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷെ അവിടെ ചെറിയൊരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അങ്ങനെയുള്ള റിലേഷൻസിനുള്ളിൽ ഒരാൾ പോലും ഫങ്ഷൻ ഉണ്ടാവരുത്. അങ്ങനെ എത്ര പേർ? അതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഒരു സെറ്റിൽ നിന്നും മറ്റൊരു സെറ്റിലോട്ട് ഫോം ചെയ്യാൻ പറ്റുന്ന റിലേഷൻസിൻ്റെ എണ്ണം. പക്ഷേ അതിനുള്ളിൽ ഫങ്ഷൻസുകളുടെ എണ്ണം വേണ്ട എന്നർത്ഥം. നമ്മൾ സാധാരണ എയിൽ നിന്നും ബിയിലോട്ടുള്ള റിലേഷൻസുകൾ കണ്ടുപിടിക്കുമ്പോൾ അതിനുള്ളിൽ ഫങ്ഷൻസുകളും ഉൾപ്പെടുന്നുണ്ട്. ഈ ക്വസ്റ്റനിൽ അങ്ങനത്തെ ഫങ്ഷൻസുകൾ വേണ്ട, റിലേഷൻ മാത്രം മതി. ഒന്നുകൂടെ കേട്ടോ, റിലേഷൻസ് മാത്രം മതി, ഫങ്ഷൻസുകളാകുന്ന റിലേഷൻ വേണ്ട. ക്ലിയർ ആവുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? ഫങ്ഷൻസുകളാകുന്ന റിലേഷൻ വേണ്ട. അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം എയിൽ നിന്നും ബിയിലോട്ടുള്ള റിലേഷൻസിൻ്റെ എണ്ണം 2m(n). ഇതാ ഫോർമുല. ഓക്കെ, 2m × n. That is equal to 2 × 3. Answer is 2�6. What is 2�6? 2 × 2 × 2 × 2 × 2 × 2 6 തവണ ഇൻറ്റു ചെയ്യുമ്പോൾ 64. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായി. ഇപ്പം ഇവിടെ വരെ ആ ക്വസ്റ്റനെങ്കിൽ ഇത് ആൻസറായി. ഒരിക്കലും ഒരു എൻട്രൻസിന് അങ്ങനെ ഒരു ക്വസ്റ്റൻ വരില്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കിക്കോ. വിച്ച് ഈസ് നോട്ട് എ ഫങ്ഷൻ. അപ്പോൾ ഈ 64 പേരിൽ റിലേഷൻസ് മാത്രമല്ല ഫങ്ഷൻ ആവുന്നവരുണ്ട്, ഫങ്ഷൻസും ഉണ്ട്. ഓക്കെ, ഫങ്ഷൻസുകളോട് ഉൾപ്പെടുന്ന റിലേഷൻസ് എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഫങ്ഷൻസുകളാവാത്ത റിലേഷനാണ്. ഇപ്പോൾ ക്ലിയർ ആയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനുള്ളിൽ ഇനി എത്ര ഫങ്ഷൻസ് ഉണ്ടെന്ന് നോക്കണം. എയിൽ നിന്നും ബിയിലോട്ട് എത്ര ഫങ്ഷൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ റിലേഷൻ മാത്രമായിക്കോളും. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ഫങ്ഷൻസുകൾ ഉൾപ്പെടുന്ന റിലേഷൻ വേണ്ട, വെറും റിലേഷൻ ആയാൽ മതി. ഫങ്ഷൻസുകളാവാത്ത റിലേഷൻ വേണം. അപ്പോൾ നമ്മൾ എത്ര ഫങ്ഷൻസുകൾ ഇതിനുള്ളിലുണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് നോക്കണം. നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്നും ബിയിലോട്ടുള്ള ഫങ്ഷൻസുകളുടെ എണ്ണം. ഓക്കെ, അതിൻ്റെ ഫോർമുല ഓർത്തോണം. വേണ്ട ഇതേ റേസ് ഇതെന്നാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോർമുല ഇതാണ്: n of b raised to n of a. This is the formula for finding number of functions from a to b. ബിയുടെ എണ്ണം raised to എയുടെ എണ്ണം. ഓക്കെ, ആൻസർ ഇവിടെ ബിയുടെ എണ്ണം 3 ആണ്, എയുടെ എണ്ണം 2 ആണ്. ആൻസർ ഈസ് ക്ലിയർലി 9. ഓക്കെ, രണ്ടും കിട്ടിയല്ലോ. ഇനി മൈനസ് ചെയ്യാം. Therefore, number of relations from a to b which is not function is equal to ഈ 64 നിന്നും ഈ 9നെ കുറയ്ക്കുക. 64 - 9 55. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയറായി, ആൻസറും കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ ഉറപ്പിച്ചോ ഇതേപോലുള്ള ക്ലാസ്സുകൾ കണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. എല്ലാ സപ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ എത്തിക്കും. ഓക്കെ, ആ രീതിയിലുള്ള ക്ലാസ്സുകളും അതുകൂടാതെ നിങ്ങൾക്കൊരു മെറ്റീരിയലും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് പഠിക്കുന്നതിന് പകരമായിട്ട് എല്ലാ കാര്യങ്ങളും തരുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടിയിരിക്കും. നല്ല രീതിയിൽ കൂടെ ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഗുഡ് ബൈ.